സെക്രട്ടേറിയറ്റ് വളപ്പിൽ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്ത് മന്ത്രിമാരായ ടി സിദ്ദിഖ്, ബിന്ദു കൃഷ്ണ, AP അനിൽകുമാർ എന്നിവർ ചേർന്നാണ് വിളവെടുപ്പ് നടത്തിയത്. കൃഷി വകുപ്പിന്റെ ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പേരിൽ നടപ്പിലാക്കിയ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ സെക്രട്ടേറിയറ്റ് വളപ്പിൽ ആരംഭിച്ച ജൈവ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. കൃഷിമന്ത്രി ടി സിദ്ദിഖ്, മന്ത്രിമാരായ AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ ചേർന്നാണ് വിളവെടുപ്പ് നടത്തിയത്. കൃഷിവകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV സുഭാഷ്, മറ്റു ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവരും പങ്കെടുത്തു. ഓണവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും വിപണിയിൽ ഫലപ്രദമായി ഇടപെടുന്നതിനുമായി സംസ്ഥാന സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്ന് മന്ത്രി ടി സിദ്ദിഖ് അറിയിച്ചു. സാർവത്രികമായി എല്ലായിടത്തും പച്ചക്കറി കൃഷി വ്യാപിപ്പിക്കാനുള്ള സമഗ്ര പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായാണ് കതിർ പദ്ധതിയും അതുപോലെ കൃഷി സഖിയും ഒക്കെ ആവിഷ്കരിച്ച് കൃഷി വകുപ്പ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ഓണമാണ്. ഓണത്തിൻ്റെ വിപണിയിൽ ഇടപെടാൻ 20 കോടി രൂപ നീക്കിവെച്ച് അതിൻ്റെ ഭാഗമായിട്ടുള്ള 2000 മാർക്കറ്റുകൾ കേരളത്തിലുടനീളം ആരംഭിക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഹോർട്ടികോർപ്പിൻ്റെയും VFPCKയുടെയും നേതൃത്വത്തിൽ പ്രസ്തുത പദ്ധതികൾ നടപ്പിലാവുകയാണ്. ഈ വരുന്ന ദിവസം അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നടക്കുകയാണ്. സംസ്ഥാന കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന സമഗ്ര പച്ചക്കറി പുഷ്പ ഉൽപാദന യജ്ഞത്തിന്റെ ഭാഗമായിട്ടാണ് ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം എന്ന പേരിൽ പച്ചക്കറി കൃഷി സംഘടിപ്പിച്ചത്. കത്തിരി, വെണ്ട, തക്കാളി, മുളക്, ചീര, വഴുതന, പാവയ്ക്ക, വെള്ളരി, പടവലം, വള്ളിപ്പയർ തുടങ്ങിയ പച്ചക്കറികളാണ് വിളവെടുത്തത്. ഇത്തവണ സൂര്യകാന്തി പൂക്കളും ഇവിടെ കൃഷി ചെയ്തിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.